തൻ്റെ ജീവിതത്തെ അനുഭവ സാഹിത്യ സുധാരസമാക്കിയ കഥാകാരൻ ബഷീർ പെരുവളത്ത് പറമ്പ്. നമുക്ക് ബഷീർ പെരുവളത്ത് പറമ്പിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ കഥാരൂപങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്കും വായനാ അനുഭവങ്ങളിലേക്കും നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധ ചെലുത്താം. അപ്പോൾ ബഷീർക്ക, നിങ്ങൾ ആദ്യമായിട്ട് കഥ എഴുതാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആദ്യമായി കഥ എഴുതാൻ തുടങ്ങിയത് 95-ലാണ്. 1995. മനസ്സിലാവും. സ്കൂൾ പഠിക്കുന്ന കാലത്തോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ല. സ്കൂൾ പഠിപ്പ് നിർത്തിയിട്ട് 20 വയസ്സിൻ്റെ അടുത്ത 19 വയസ്സായ സമയത്താണ് ആദ്യമായിട്ട് കഥ എഴുതാൻ തുടങ്ങിയത്. കഥ എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ച് വന്നതാണ്. അന്ന് ഒരു കയ്യെഴുത്ത് മാസികയിൽ കണ്ണൂർ കക്കാടുള്ളൊരു കയ്യെഴുത്ത് മാസികയുണ്ട്, ജ്വാല എന്ന് പറഞ്ഞിട്ട്. ആദ്യമാണ് അത് പ്രസിദ്ധീകരിച്ച് വന്നത്. വിള്ളലുകൾ എന്നാണ് ആ കഥയുടെ പേര്. നിങ്ങളെ വിദ്യാഭ്യാസവും 7ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. പിന്നീട് 20-ാം വയസ്സിൽ പ്രൈവറ്റായിട്ട് SLC എഴുതി പാസ്സാവുകയാണ് ചെയ്തത്. അതിനുശേഷം ജോലികൾ ആ പഠിക്കുന്ന സമയത്തും പെയിന്റിങ് പണിയുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ വേണ്ടി പെയിന്റിങ് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പണ്ടത്തെ മിഠായി വിൽപ്പന വീണ്ടും തുടർന്നു. ഇഞ്ചി മിഠായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അതിപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കും. പെയിന്റിങ് പണി ഇല്ലാത്ത ദിവസങ്ങളിൽ ഇഞ്ചി മിഠായി ഉണ്ടാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഏത് ബസ് സ്റ്റാൻഡിൽ ഇപ്പം വെക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിലും പറശ്ശിനിക്കട ബസ് സ്റ്റാൻഡിലുമാണ്. ഞായറാഴ്ചകളിൽ പറശ്ശിനിക്കട ബസ് സ്റ്റാൻഡിൽ, ബാക്കിയുള്ള ദിവസം പണിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ പോയി വെക്കും. ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് ഇഞ്ചി മിഠായി ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏട്ടന് സുഖമില്ലാതായി. അങ്ങനെയുള്ള സമയത്ത് പിന്നെ ജീവിതം കുറച്ച് പ്രയാസമായ സമയത്ത് ഏട്ടൻ ഈ മിഠായി വിൽപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനും അതിലേക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് ഈ പരീക്ഷ മധ്യവേനൽക്കാല അവധിക്ക് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയതാണ്. പിന്നീട് 88 ആ സമയത്തായിരിക്കും. 88, 87, 86, 87 ആ സമയത്ത് ഇഞ്ചി മിഠായി ഇഞ്ചിയും പഞ്ചസാരയും കുരുമുളകും മാത്രം കുറുക്കിയെടുക്കുക. അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്തിട്ടാണ് ഉണ്ടാക്കുക. അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം തമ്മിൽ വലിയൊരു അന്തരമില്ല. അന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ പരസ്പര സ്നേഹമുണ്ട്. ഇന്നത്തെ കാലം ആളുകൾ സ്വയം ചുരുങ്ങി സ്വാർത്ഥതരായി മാറുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ എങ്കിൽ പോലും നല്ല മനുഷ്യരും ഉണ്ട്. നിങ്ങൾ മുട്ടായി വിൽക്കുന്ന സമയത്ത് ആളുടെ സമീപനങ്ങൾ ചില ആൾ പുച്ഛത്തോടെ കാണും, ചില ആൾ ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ളത് കാണും. അങ്ങനെ പല ബഹുജനം പണ്ടും അങ്ങനെ പല ബഹുജനം പലവിധം എന്നതുപോലെ പിന്നെ പല സമീപനങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പം ചെയ്യുന്ന പെയിന്റിങ് പണി, അത് ഇല്ലാത്ത ദിവസം മിഠായി, മാറ്റമൊന്നുമില്ല. പ്രഭാഷണങ്ങളിൽ എല്ലാ ദിവസവും പോക്കുണ്ട്. ഇന്നലെയും കഴിഞ്ഞു ഒരു സ്ഥലത്ത്. എല്ലാ ദിവസവും ഇടക്കിടക്ക് ഇങ്ങനെ വായനശാലകളിൽ സാംസ്കാരിക പ്രഭാഷണത്തിന് പോകാറുണ്ട്. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2007 ഗൾഫിലുള്ള സമയത്ത് ഒരു കഥാമത്സരം നടത്തി. ഗൾഫിലൊരു അറേബ്യ എന്നൊരു പത്രം, സായാഹ്ന പത്രമാണ്, മലയാളത്തിലുള്ള പത്രമാണ്. അപ്പൊ അതില് പിന്നെ ഞാൻ അത്യാവശ്യം എഴുതാറുണ്ട് ലേഖനങ്ങളൊക്കെ. ഒരു ദിവസം പറയുന്ന ഇങ്ങനെ കഥാമത്സരം ഉണ്ട്, ഒരു വിഷയം തന്നു, വിഷയത്തിന് കഥ എഴുതി അയച്ചു. അപ്പൊ അതിൽ ആ കഥ പ്രസിദ്ധീകരിച്ച് വരികയും, വിധി തന്ന നിധി എന്ന കഥയുടെ പേര്, പ്രസിദ്ധീകരിച്ച് വരികയും അതിന് സമ്മാനം കിട്ടിയതുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെയാണ് അത് അങ്ങനെ കിട്ടി. ഉള്ളടക്കം ഒരു ജമീല എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ ഒരു പെൺകുട്ടിക്ക് മാല വീണ് പോയിട്ടുണ്ട് കാട്ടാക്കട എന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. അപ്പൊ 20 വയസ്സ് കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് തന്നെ മാല പുഴയിൽ നിന്ന് തിരിച്ചു കിട്ടി. അപ്പൊ അതിലൊരു കഥയുണ്ടാവും എന്ന് വിചാരിച്ച് അവര് വിഷയം തന്നിട്ട് മത്സരം നടത്തിയാണ്. അപ്പൊ ഞാനത് വിഷയം വെച്ചത് ജമീല എന്ന സത്യം എപ്പോഴും പുറത്തു വരും. ആ ജമീല എന്ന ആ പെൺകുട്ടി മാല കല്യാണത്തിന് പോകുന്നതിന് വേണ്ടി അയലക്കത്ത് ഒരാളോട് വാങ്ങിയിട്ട് കടവിൽ പോകുന്നത് മാല പോകുന്നത്. പിന്നെ അവളെ കള്ളിയാക്കി ചിത്തി വെച്ചു. പിന്നീട് അവര് പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് പോയിട്ട്, കാരണം ഉപ്പ കാലിൽ വയ്യാത്ത ഒരാളായതുകൊണ്ട് വേറെ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോയിട്ട് ആ മാല തിരിച്ചെടുത്തു കൊടുത്തു. പക്ഷെ 20 വർഷം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ മാല തിരിച്ചു കിട്ടിയപ്പോൾ അവൾ കള്ളിയല്ല എന്ന് മനസ്സിലാവുകയും, ആ സമയത്ത് ഈ ജമീല പഠിച്ച് ഉഷാറായിട്ട്
അധ്യാപികയായി സ്കൂളിൽ അധ്യാപികയാകുന്നു. അവര് മാല കൊടുത്തവര് അപഹസിച്ചവര് അവസാനം ആശുപത്രിയിൽ ചികിത്സയിലാവുന്നു. അവര് ഭർത്താവിനെയും കൂട്ടിയിട്ട് പോയിട്ട് കണ്ട് അവര് നല്ലൊരു മധുരപരമായൊരു അങ്ങനെയുള്ളൊരു കഥയാണ് ഈ വിധി തന്ന നിധി എന്ന കഥ. എന്റെ ആദ്യത്തെ പുസ്തകത്തിനും ഈ പേരാണ് ഇട്ടത്, വിധി തന്ന നിധി. വിധി തന്ന വിധിയാണല്ലോ അങ്ങനെ ഇട്ടുള്ള പേരില് അങ്ങനെ കൊടുക്കുക. ഇനി പറയും, നിങ്ങളിപ്പോ എഴുതിയിട്ടുള്ളതില് വെച്ചിട്ടുള്ള ഒരു കഥ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? പുഴ എന്ന കഥ അവതരിപ്പിക്കാം. ആർക്കോ വേണ്ടി എന്ന പോൽ മെല്ലെ ഒഴുകിയും കലങ്ങിയും നിൽക്കുന്ന പുഴയോട് മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശം ചോദിച്ചു, എന്തേ ഒരു ഉഷാറില്ലാതെ കലങ്ങി നിൽക്കുകയാണല്ലോ? പുഴ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, വർഷങ്ങളായി മുടക്കമില്ലാതെ ഒഴുകുന്നു, എന്നിട്ടും കടൽ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്ന തോന്നൽ. ഇത് കേട്ട് ആകാശം പറഞ്ഞു, നിന്നെപ്പോലെ ലോകത്ത് എത്ര പുഴകളുണ്ട്, എന്നിട്ടും ഈ മലയ്ക്ക് നിന്നും ചെളിയും വഹിച്ചിട്ട് പോലും നീ ഓടിപ്പോകുമ്പോൾ നിന്നെ സ്വീകരിക്കുന്നില്ലേ? ഒരിക്കൽ പോലും മടക്കി അയച്ചില്ലല്ലോ. നമ്മെ മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പലതും തോന്നും. കടലിന്റെ വിശാലത ഞാൻ കാണുന്നുണ്ട്. നിന്നെക്കുറിച്ച് തോടുകൾക്ക് ഇതേ പരാതിയാൽ നീ എങ്ങനെ പുഴയാവും? അതായത് ചുരുക്കി പറഞ്ഞാല് ഓരോ പുഴയും താൻ ചെറിയ പുഴയാണ്, തന്റെ കഴിവ് ചെറുതാണ് എന്ന് ചിന്തിക്കും. പക്ഷെ ഈ പുഴകളൊക്കെ ഒഴുകി ചേർന്നുകൊണ്ടാണ് വലിയൊരു കടലായി മാറുന്നത് എന്നുള്ള ചിന്ത ഓരോ പുഴകൾക്കും ഇല്ല. അതായത് അവനവന്റെ മഹത്വം, താൻ സഞ്ചരിക്കുന്ന വഴിയുടെ ആത്യന്തികമായ ലക്ഷ്യം എവിടെയാണ് എത്തിച്ചേരുന്നതെന്നും അതിന്റെ മഹത്തരമായ കാര്യം ആ നമ്മുടെ കൂടിച്ചേരൽ, നമ്മുടെ പ്രവൃത്തിയുടെ ആത്യന്തിക ഫലം എത്രത്തോളം മഹത്തരമാണ് എന്ന് ചിന്തിക്കാതെ അവനവന്റെ ചെറിയ കഴിവുകളെ മാത്രം പിന്നോട്ട് ചിന്തിക്കുന്ന മാറിയിട്ട് തന്റെ കഴിവുകൾ കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വലിയ സംഭവത്തെ കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു അപകർഷതാ ബോധമുള്ള ഒരു മനുഷ്യന്റെ ചിന്താഗതിയാണ് ഈ കഥയിൽ എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയല്ല. അതന്നെയല്ല ഉദ്ദേശം. അതൊരു മെസ്സേജ് കൊടുക്കുന്നേ വേണ്ട. അത് ഇതേന്ന് വെച്ചാല് പുഴ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു കഥ എഴുതാൻ അങ്ങനെ തോന്നിയാണ്. പക്ഷെ ഇതില് സന്ദേശം എന്ന് പറയുന്നത്, അരുവികൾ പുഴയെ പോയില്ലെങ്കിൽ പുഴയാകില്ല എന്ന് പറയുന്നത്. വേറെ എഴുതിയ പുസ്തകങ്ങളുടെ പേരുകളൊന്നും പറയാം. പുസ്തകം 13 പുസ്തകങ്ങൾ എഴുതി. ആദ്യത്തെ പുസ്തക കഥാസമാഹാരമാണ് വിധി തന്ന നിധി എന്ന പേരില്. അത് സമയം പബ്ലിക്കേഷനാണ് 2007 പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 2010 പിന്നീട് കാലിക തുടിപ്പ് എന്ന പേരിൽ ഒരു ലേഖന സമാഹാരം വന്നു. തലവര എന്നൊരു കഥാസമാഹാരം വന്നു. പിന്നീട് ഒറ്റപ്പെട്ടവർ എന്ന നോവൽ വന്നു. പിന്നീട് അക്ഷരചിന്തകൾ എന്ന കവിതാ സമാഹാരം വന്നു. പിന്നെ കുറച്ചുനാൾ ഗ്യാപ്പായതിനു ശേഷം ഇരുട്ടുവട്ടം എന്ന കഥാസമാഹാരം, ട്രിനിറ്റി എന്ന നോവല്, ഇരിക്കൂർ എന്ന നോവല്, അങ്ങനെ 3 നോവൽ വന്നു. പിന്നീട് ചെറിയ കഥകൾ സമാഹാരമായിട്ട് ഉറുമ്പാന, അതുപോലെ തന്നെ ഉറിവാതിൽ, അങ്ങനെ മൊത്തത്തിൽ 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേശവിലാസ LP സ്കൂൾ എന്ന ബാലനോവലും ഈ അടുത്തായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന വിവിധ പ്രസാധകരാണ്. ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടും ഈ സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുന്നോ? അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നു? അങ്ങനെ തോന്നിയിട്ടില്ല. സാധാരണ വായനക്കാർ ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടും ഈ പുസ്തകങ്ങളൊന്നും ഒറ്റ കയ്യിലില്ല എന്നത് വലിയ അംഗീകാരമാണ്. ആളുകൾ ഇത് വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് സാധാരണക്കാരായ ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് വിളിച്ചിട്ട് മാത്രമല്ല, കത്തുകൾ പോലും വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഉറുമ്പാന എന്ന കഥാസമാഹാരം വന്നപ്പോൾ ഒരാള് യാദൃശ്യമായി അദ്ദേഹത്തിന് ബുക്ക് കിട്ടുകയും അദ്ദേഹം ഇവിടത്തേക്ക് കത്തയക്കുകയും ചെയ്ത അവസ്ഥയുണ്ട്. ആ കത്തയച്ച സമയത്തൊക്കെ ഞാൻ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു. ഉറുമ്പാന വന്നപ്പോൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വായനക്കാര്, എനിക്ക് ജീവിതത്തിൽ കാണാത്ത ആളുകൾക്ക് വലിയ നിരൂപണം തന്നെ എഴുതിയിട്ടുണ്ട്. വായന, നല്ല ബുക്കുകൾ ആളുകൾ വായിക്കുന്നുണ്ട്, വായന മരിക്കുന്നില്ല. പക്ഷെ പണ്ടത്തെ കാലത്തുനിന്ന് മാറ്റം ഉള്ളത് ഈ മൊബൈലും ആധുനിക ഇതൊക്കെ വന്നതിന് ശേഷം കുറെ പേർ അങ്ങനെയും വായിക്കുന്നുണ്ട് എന്നതാണ്. പുസ്തക വായനയിൽ കാശും കൊടുത്ത് പുസ്തകം വാങ്ങാനുള്ള പ്രയാസം കൊണ്ടല്ല ചിലപ്പം പുസ്തകങ്ങൾക്ക് ചിലവൊക്കെ ഈ മൊബൈൽ കാലഘട്ടം വന്നത്, കാരണം ഇത് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. നല്ല പുസ്തകങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായ
മാർക്കറ്റ് ഉണ്ട്. ഓക്കെ. ബഷീർക്കയുടെ പിന്നെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൊക്കെയാണ്? ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ സാഹിത്യകാരനാണ്. രണ്ടാമത് ഈ അടുത്ത കാലത്ത് മരിച്ച MT വാസുദേവൻ നായർ എന്ന മറ്റൊരു സാഹിത്യകാരനാണ്. എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നതിന് കാരണം ഈ രണ്ട് എഴുത്തുകാരുടെയും ചില വിശേഷതകൾ കണ്ടതുകൊണ്ടാണ്, അവരുടെ എഴുത്തിൻ്റെ രീതി കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും ഇഷ്ടം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൂടെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു വായനാനുഭവം? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വായന, ആദ്യം ഞാൻ വായിച്ച പുസ്തകം തന്നെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകമാണ്. ഈ പാത്തുമ്മയുടെ ആട് വായിക്കാനുണ്ടായ കാരണം, മലപ്പട്ടത്ത് ഞാൻ പെരുളത്തുറമ്പിലുള്ള സമയത്ത് മലപ്പട്ടം A കുഞ്ഞിക്കണ്ണ സ്മാരക വായനശാല അടുവപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ജയരാജനുണ്ട്. ഞാൻ ആ സമയത്ത് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും KV ജയരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അടുവപ്പുറം വായനശാല വരുമ്പോൾ ആദ്യം എടുത്ത ബുക്കിൻ്റെ പേര് പാത്തുമ്മയുടെ ആട്. അപ്പം എൻ്റെ പെങ്ങൾ, മരിച്ചുപോയ പെങ്ങളുടെ പേരും പാത്തുമ്മ ആയതുകൊണ്ട് അതോടെ ഇഷ്ടം തോന്നി അത് വായിച്ചു. അപ്പം ബഷീറും നിങ്ങളുടെ പേര് ഒരു പേര് സാമ്യമാണ്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതേ പേരിൽ മറ്റൊരു എഴുത്തുകാരൻ എന്നെപ്പറ്റി പണ്ട് 2007 ഇംഗ്ലീഷ് പത്രത്തിൽ അങ്ങനെയൊക്കെ വന്നിരുന്നു, മലയാള പത്രത്തിൽ അങ്ങനെയൊക്കെ വന്നിരുന്നു. ബഷീറിൻ്റെ കഥ പോലെ അദ്ദേഹത്തോടൊപ്പം എങ്ങനെയാലും എത്തില്ല, പക്ഷെങ്കിൽ പോലും പേരിലെ സാമ്യത്തിൽ അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ MT വാസുദേവൻ നായരുടെ കഥകളെ പറ്റി, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വഴികളിലൂടെ പറ്റിയുള്ള? MT വാസുദേവൻ നായർ വളരെ ചെറുപ്പത്തിലെ 14-ാം വയസ്സിൽ തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ട ആളാണ്. ഹക്കീക്കത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഏട്ടന്മാർ ബുക്ക് വായിക്കാൻ വേണ്ടി വീട്ടിൽ മനയിൽ പുസ്തകത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ SK പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു. SK പൊറ്റക്കാടുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായ സമയത്ത് മാതൃഭൂമിയിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു. അവിടെ അസിസ്റ്റന്റ് സഹപത്രാധിപരാകുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊട്ടതലാം പൊന്ന് എന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തുകളും. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടല്ലൂർ എന്ന നാട്ടിലുള്ള കഥാപാത്രങ്ങളാണ്. കുട്ടിയേട്ടത്തി ആയാലും അങ്ങനെ ഈ വിമലയായാലും എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പരിചിതമായ കഥാപാത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പരിചയമില്ലാത്ത മഹാത്ഭുതങ്ങളെക്കാൾ എനിക്ക് പരിചയമുള്ള നിളാനദിയാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും കാലാതിവൃത്തിയായിട്ട് നിലനിൽക്കുന്നതാണ്. ബഷീറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ MT വാസുദേവൻ നായരും അതുല്യ പ്രതിഭയാണ് മലയാളത്തിന് സംഭാവന ചെയ്തത് എന്നാണ് പറയാം. ബഷീർക്കയുടെ 2 പുസ്തകങ്ങളാണ്, 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ഉറുമ്പാന എന്നൊരു പുസ്തകവും, പിന്നെ അതുപോലെ തന്നെ ഉറിവാതിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണുള്ളത്. ഉറിവാതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ 1-2 കഥയോ കവിതയോ അതായത് വായിക്കാം. നമ്മുടെ ജീവിതത്തുമായി അല്ലെ, വീട്ടു സാധനങ്ങളെ പറ്റി. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അത് കഥയാക്കിയിട്ട് എഴുതിയാണ്. ജനല്, കാറ്റും വെളിച്ചവും ഉണ്ടാകണമെങ്കിൽ തുറന്നു വെക്കണം, ഇല്ലെങ്കിൽ ദ്രവിച്ചു പോകും. ജനലായാലും മനസ്സായാലും. ഒറ്റ വാക്കല്ല, 3 വാക്യങ്ങൾ. അലമാര, മുതലുകൾ അടക്കിപ്പെറുക്കി സൂക്ഷിച്ചു വെക്കാൻ ഞാനിത് എത്ര കാലം. നമ്മുടെ മുതലുകൾ അലമാര അങ്ങനെ പറയാണ്. കിണ്ടി എന്നൊരു കഥയുണ്ട്. കിണ്ടി വലിയ വായിലൂടെ ശേഖരിക്കും വെള്ളത്തിന് ചെറുവായിലൂടെ ചെലവഴിക്കുന്ന കിണ്ടിയുടെ സൂക്ഷ്മത ജലത്തിന്റെ മൂല്യത വെളിവാകുന്നു. ഏതും ചെലവഴിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം. ഉറി, ചകിരിനാരുകൾ വട്ടത്തിലാക്കി കയറിൽ തൂങ്ങി അടുക്കളയുടെ ഓരത്ത് മൺകലം വഹിച്ച് കാത്തു നിൽക്കുന്നത് സ്നേഹത്തിന്റെ കരുതലാണ്. അമ്മയുടെ ചോറ് ഉറിയിലും ഭാര്യയുടെ ചോറ് ഉരുളിലും എന്ന ചൊല്ല് വെറുതെയല്ല. ബക്കറ്റ്, വായ വീതിവട്ടത്തിൽ തുറന്നു വെച്ചത് വരുന്നതിനെ സ്വീകരിക്കാനാണ്. വെള്ളമായാലും കുഞ്ഞായാലും സ്വീകരിക്കാൻ മാത്രമേ ശീലിച്ചിട്ടുള്ളൂ,
ശ്രദ്ധ വേണ്ടത് ബക്കറ്റിനല്ല. കസേര ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ അമർഷവും. കൊള്ളാവുന്ന ഒരുത്തൻ വന്നിരിക്കണമെന്ന് കൊതിക്കാറുണ്ട്. എന്തു ചെയ്യാൻ, ഇരിക്കുന്നവനും ഇരുത്തുന്നവനും ബോധമില്ലെങ്കിൽ. കൈക്കല തുണി പുതുകോടിയായിരുന്നപ്പോൾ എന്ത് സ്വീകരണമായിരുന്നു. ഉടുത്തുടുത്ത് വൃത്തികേടാക്കി ഒടുവിൽ കീറത്തുണിയായി ചെവിട്ടിയരക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ കടന്നു വരികയാണ്. ഫാന് എപ്പോഴും കൂളാകണമെന്ന് ഓർമ്മിക്കുന്നുണ്ട് ഓരോ കറക്കവും. മേൽക്കൂര മോന്തായം നന്നാവണം, അതിന് തറ മുതൽ നന്നാവേണ്ടതുണ്ട്. കല്ല് ഉറച്ചു നിന്ന് താങ്ങി നിർത്താനുള്ള കരുത്തിനെ വെറും കല്ലായി കാണരുത്. തൂണ് താങ്ങി നിർത്തുന്നവർക്കറിയാം എത്ര ഭാരം സഹിക്കുന്നുവെന്ന്. 8ഓളം വീട്ടു സാധനങ്ങൾ വെച്ചിട്ട് വീട്ടു സാധനങ്ങളെല്ലാം ഉണ്ട്. മതിലടക്കമുണ്ട്. മതില് ചേർത്ത് വെച്ച് വലിയ ഒന്നായതിനെ തന്നെ നാം അകലത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു. മതിലിന് തന്നെ ചിരി വന്നു. ഇതെന്ത് മനുഷ്യൻ എന്ന ചിന്തയിൽ. പിന്നെ നമ്മൾ ഈ വായന വളർത്തിയെടുക്കാൻ വേണ്ടിയും പിന്നെ സാഹിത്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കുവാനും ഈ തലമുറയെ സാഹിത്യത്തിലേക്ക് അടുപ്പിക്കുവാനും വേണ്ടി നിങ്ങളൊരു പ്രത്യേക കാര്യം ഈ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അറിവ് കേട്ടിട്ടുണ്ട്. അത് പുഴക്കരക്ക് അല്ലെ, പുഴയുടെ തീരത്ത്. അപ്പൊ അതൊന്ന് പറയാൻ പറ്റുമോ? അതിന്റെ പ്ലാനിങ് എപ്പോഴാണ് തുടങ്ങിയതെന്നും എങ്ങനെയാണ് അതിന്റെ? സാഹിത്യതീരം എന്നൊരു പരിപാടി ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് 2017 ആഗസ്റ്റിലാണ് അതിന്റെ ആദ്യ പുസ്തക ചർച്ച നടന്നത്. ഒന്നുകൂടി പറഞ്ഞു. ഈ സാഹിത്യതീരം എന്നുള്ള ഈ പുഴേന്റെ പേരും പറയാം. ഏത് പുഴയാണ്? ശ്രീകണ്ഠപുരം പുഴയോരത്ത് സാഹിത്യതീരം എന്ന പേരിൽ ഒരു പ്രതിമാസ പുസ്തക ചർച്ച എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് 2017 ആഗസ്റ്റിലാണ് തുടങ്ങിയത്. വളപട്ടണത്തിൻ്റെ ഉയരങ്ങൾക്ക് മീതെ ആകാശം എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തിട്ടാണ് തുടങ്ങിയത്. പിന്നീട് TP വേണുഗോപാലൻ മാഷിൻ്റെ കുന്നുംബ്രം കാർണിവൽ എന്ന കഥാസമാഹാരം, അങ്ങനെ മലയാളത്തിലെ മിക്ക എഴുത്തുകാരുടെയും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തക ചർച്ചകൾ നടക്കുകയുണ്ടായി. കഴിഞ്ഞ മാസമാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന പുസ്തകം നോവൽ ചർച്ച ചെയ്തത്. ഇനി ഫെബ്രുവരി മാസം 23-ന് S. ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതങ്ങനെ തുടരുന്നുണ്ട്. എൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ശ്രീകണ്ഠപുരം പുഴയോരത്ത് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് ആണ്. അത് തുറസായ സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. എല്ലാ മാസവും ഉണ്ട്. കോവിഡ് കാലത്തും അത് മുടങ്ങിയിട്ടില്ല. കോവിഡ് കാലത്ത് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട്, ഇതും പുഴയാണ്, നേരെ മുന്നിൽ പുഴയാണ്, അതുകൊണ്ട് സാഹിത്യ തീരം എന്ന പേരിൽ ഞാനത് നിയന്ത്രിച്ചിട്ട് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരെ വാട്സപ്പിലൂടെ കൊണ്ടുവന്ന് പുസ്തക ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം മുടങ്ങാതെ പോവുകയാണ്. അതിനിടക്ക് ഞാനൊരു പുസ്തക ചർച്ചയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ നിന്ന് വീണിട്ട് പരിക്ക് പറ്റി കിടപ്പിലായ സമയത്ത് ഈ ഓഫ്ലൈൻ ചർച്ച കുറച്ച് നാൾ മുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങൾ വാങ്ങിയിട്ട് ആളുകൾക്ക് വായിക്കാൻ എത്തിച്ചു കൊടുക്കുന്നു. അതിൻ്റെ എഴുത്തുകാരെ വിളിക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഒരാളെ വിളിക്കുന്നു, അങ്ങനെ അധ്യക്ഷൻ ഒരാളെ ആക്കുന്നു, സ്വാഗതം പറയാൻ വേറെ ആളെ ഏൽപ്പിക്കുന്നു, അത് ചർച്ച നടക്കുന്നു. അങ്ങനെയാണ് ആളുകൾ വന്നിട്ട്, വായനക്കാരിഷ്ടം പോലെ ആളുകളുണ്ട്, എഴുത്തുകാർ വരുന്നുണ്ട്, സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകൾ കാണാനും ഇത് അനുഭവിക്കാനും ഈ സാഹിത്യ വിരുന്ന് ആസ്വദിക്കാനും എത്തുന്നുണ്ട്. അങ്ങനെയാണ് ആ ചർച്ച നടക്കുന്നുണ്ട്. പല ഭാഗത്ത് ആളുകൾ വരുന്നുണ്ട് ശ്രീകണ്ഠപുരത്തേക്ക്. എന്നെക്കുറിച്ച് 2007 മുതൽ 2008 കാലഘട്ടങ്ങളിൽ വിവിധ പത്രങ്ങൾ, ഗൾഫിലെ ഖലീജ് ടൈംസിലടക്കം ഇംഗ്ലീഷ് പത്രത്തിലടക്കം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ബഷീറിൻ കഥ പോലെ ബഷീറിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവചരിത്രം ഒരു പത്രങ്ങളിൽ, ഗൾഫിലെ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് പല പത്രങ്ങൾ, കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ ഇത് ഞാൻ എഴുതിയ ലേഖനങ്ങൾ ആദിവാസി മുത്തങ്ങ സംഭവ സമയത്ത്, അതുപോലെ തന്നെ മാറാട് കലാപ സമയത്ത്
അങ്ങനെയൊക്കെ ക്യാമ്പസ് മതരാഷ്ട്രീയമാക്കരുത് എന്ന രീതിയിൽ ഒരു ലേഖനം, ഇതൊക്കെ കേരള കൗമുദി പത്രങ്ങളിൽ ഞാൻ എഴുതിയത് അച്ചടിച്ച് വന്നതാണ്. അതുപോലെ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല പത്രങ്ങളും എഴുതിയ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ കഥ അവിടെ ഗൾഫിലെ ഒരു പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല എൻഡോസൾഫാൻ ദുരിത സമയത്ത് സ്വർഗത്തെ നരകമാക്കുന്ന മരുന്ന് തളിക്കാർ എന്ന് പറഞ്ഞിട്ട് ദീപിക പത്രത്തിൽ ഒരു ലേഖനം വന്നിരുന്നു 2000-ൽ. അങ്ങനെ വിവിധ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. മാറാട് കേരളത്തിൻ്റെ ദുഃഖഭൂമി എന്ന മാറാട് കലാപം ഉള്ള സമയത്ത് എഴുതിയ ലേഖനമാണ്. പിന്നെ കേരളം അർജന്റീനയാക്കരുത് എന്ന് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ടി അജീഷ് എന്ന മനോരമ ലേഖൻ ജീവിതം വിധി അക്ഷരനിധി എന്ന, അങ്ങനെ പല പത്രങ്ങളിലും. അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറേ ഉണ്ട്. പക്ഷെ ഇപ്പം കയ്യിൽ കിട്ടിയത് മാത്രം ഇപ്പോൾ കാണിക്കുകയാണ്. അങ്ങനെ വിവിധ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് അവർ തന്നെ നിർബന്ധിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കൊരു വാർത്ത കിട്ടി, അങ്ങനെ വന്നതാണ്. ഞാനായിട്ട് പറഞ്ഞിട്ട് വന്നതല്ല. അത് 2007, 2010 കാലഘട്ടങ്ങളിൽ വന്നതാണ്. ഇപ്പോൾ 2024 പക്ഷേ എങ്കിൽ പോലും ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള പല പത്ര വാർത്തകളൊക്കെ വരാറുണ്ട്. നമ്മുടെ എഴുത്തിൻ്റെ പുതിയ വഴികൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് ഒരു വായനക്കാരനായിട്ടോ അല്ലെങ്കിൽ പരിചയക്കാരനായിട്ടോ നമുക്ക് എവിടെയെങ്കിലും കണ്ടുമുട്ടാം. ഹാപ്പി ജേണി.